Hello, welcome to my channel. അപ്പോൾ ഇന്നതാ നമ്മൾ പുതിയ ലെസൺ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 7 ഇക്വിലിബ്രിയം. എനിക്കറിയാം കുറേ ആൾക്കാർ ഈ ലെസണിന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരെന്ന് പറയാനില്ല, കുറച്ച് പേര് എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇക്വിലിബ്രിയം എടുക്കണം. അപ്പോൾ ഞാൻ വേഗം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വളരെ സിമ്പിളാണ്, പക്ഷെ നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും. ദോസ് ആർ പ്രിപ്പയറിംഗ് ഫോർ എൻട്രൻസ് ഓൾസോ ദിസ് ഏരിയാസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതാണെന്ന് ചോദിക്കാൻ പറ്റും. അപ്പം നമ്മൾ എടുക്കുന്ന ക്ലാസ് വെറും എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊന്നുമല്ല, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി ബേസോട് കൂടിയിട്ടാണ് നമ്മുടെ ക്ലാസ് എടുക്കുക. എന്തിനാ വെച്ചാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിലേക്ക് പോകണതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. റിയാക്ഷൻസ് പലതരത്തിലുണ്ട് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ, അങ്ങനെ നിങ്ങൾ തന്നെ പല പല പേരുകൾ കേട്ടിട്ടുണ്ടാകും. അതിൽ മെയിനായിട്ട് നമ്മളെപ്പോഴും പഠിക്കുന്ന രണ്ട് റിയാക്ഷൻസ് ആണ്. ഒന്നാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. ഏതൊക്കെയാണ്? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും. സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് മെൻ ബൈ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ? A reaction which can be reversed. ഒരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻ കമ്പൈൻസ് ടു ഗിവ് ദ പ്രോഡക്റ്റ് ആൻഡ് ദി പ്രോഡക്ട്സ് കമ്പൈൻ ബാക്ക് ടു ഗിവ് ദ റിയാക്റ്റൻ. അതായത് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റിനെയും തരും, പ്രോഡക്റ്റ് തിരിച്ച് എന്തിനേയും തരും? റിയാക്റ്റൻറ്റിനെയും തരും. അങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. N2 + H2 ഇത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് പഠിക്കുന്ന റിയാക്ഷനാണ്. N2 + 3H2 gives 2NH3. N2 + 3H2 gives 2NH3. ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ബൈഹാർട്ടാണ്, കാരണം ഇതിൻ്റെ ഇതുവരെ നിങ്ങൾക്ക് ബൈഹാർട്ടായിരിക്കും. ഇതിൻ്റെ ആ കോഎഫിഷ്യൻസ് വരെ ബൈഹാർട്ടായിരിക്കും. ഇനി ബാലൻസിങ് അറിയാത്തവർക്ക് ഞാനൊരു ബാലൻസിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേസിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ബാലൻസിങ്ങിൻ്റെ ഇക്വേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താ? ദ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് കെ നോട്ട് ബി റിവേഴ്സ്ഡ്. അതായത് എയും ബിയും കൂടെ കമ്പൈൻ ചെയ്ത് വി ആർ ഗെറ്റിംഗ് എ പ്രോഡക്റ്റ് സി, ബട്ട് ദ സി വിൽ നോട്ട് പ്രൊഡ്യൂസ് എ ആൻഡ് ബി. സോ irreversible, it is not reversible. Irreversible reactions are those reactions which will proceed only in one direction, or the product cannot give back the reactant. But the reversible reactions are those reactions in which the reactants combine to give the product and product combine to give back the reactant. ഇതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ ഈ റിവേഴ്സിബിൾ റിയാക്ഷനും ഇക്വിലിബ്രിയം തമ്മിൽ എന്താണ് ബന്ധം? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എയും ബിയും, അതായത് ഒരു 50 ഗ്രാം ഓഫ് എയും ബിയും കൂടെ 50 ഗ്രാം ഓഫ് മിക്സ്ചർ ഉണ്ട്. അപ്പം ഞാൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് സ്റ്റാർട്ടിങ് ടൈമാണ്. സ്റ്റാർട്ടിങ് ടൈമിൽ 50 ഗ്രാം ആണ്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പം ഇതൊരു 45 ഗ്രാം ആയി. ആൻഡ് ദി പ്രൊഡക്റ്റ്, അപ്പോൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും? ഒരു 5 ഗ്രാം പ്രൊഡക്റ്റ് ഉണ്ടായി. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞപ്പം ഇതൊരു 35 ഗ്രാം ആയി. ഞാൻ വെറുതെ പറയാം കേട്ടോ. 35 ഗ്രാം ആയി. ഇതൊരു 10 ഗ്രാം ആയി. ഓക്കെ, അങ്ങനെ ഈ റിയാക്ഷനെ പ്രൊസീഡ് ചെയ്ത് ഒരു 50 സെക്കൻഡൊക്കെ എത്തിയപ്പം ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇതൊരു 20 ഗ്രാം ഉണ്ട്, ഇതൊരു 15 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ഓൾ ടുഗെദർ ആവണം. ഞാൻ ഏകദേശം പറയുകയാണ് കേട്ടോ. നിങ്ങളിനിയിപ്പോൾ മാം അങ്ങനെയൊന്നും അല്ലല്ലോ എഴുതിയത്. പിന്നെ ഓക്കെ, 30 ഗ്രാം വെറുതെ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞു. ഇതൊരു 20 ഗ്രാമും ഇതൊരു 30 ഗ്രാമും ഉണ്ട്. 50 സെക്കൻഡ് പിന്നെയും ഞാൻ മെഷർ ചെയ്തു. പക്ഷേ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഇതേ ഗ്രാം തന്നെ 20 ഗ്രാം 30 ഗ്രാം. വീണ്ടും ഞാൻ മെഷർ ചെയ്തു 20 ഗ്രാം 30 ഗ്രാം. പക്ഷേ ഇവിടെ റിയാക്റ്റൻ്റ് 20 ഗ്രാം ഉണ്ട്. എന്തുകൊണ്ട് അതിന് റിയാക്ട് ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഇവിടെ 30 ഗ്രാം ഉണ്ട്, അത് എന്തുകൊണ്ട് തിരിച്ച് റിയാക്ഷനിൽ വരുന്നില്ല അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ദാറ്റ് ഈസ് ദ സ്റ്റേജ് ആൻഡ് വിച്ച് ദ റിയാക്ഷൻ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ പറയും ദ റിയാക്ഷൻ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അതിൻ്റെ അർത്ഥം എന്താ? ഇക്വിലിബ്രിയം ദാറ്റ് ഈസ്, നമുക്കറിയാം ഇത് ഇങ്ങോട്ടേക്ക് നടക്കുന്ന ഒരു സ്പീഡുണ്ട്. നമ്മൾ കെമിസ്ട്രിക്കാരും ഫിസിക്സുകാരൊന്നും ഫിസിക്സുകാർ സ്പീഡ് പറയും, നമ്മൾ ഈ കെമിസ്ട്രിക്കാർ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ അല്ലെങ്കിൽ ഇത് ഇത്ര സ്പീഡ് പോയി അങ്ങനെയല്ല. നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയാം. നമ്മൾ എന്താ പറയുക?
റേറ്റ്. നമ്മൾ എന്താ പറയുക വെച്ചാൽ റേറ്റ്. നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞ വാക്കല്ല കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുക, ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പം ഈ ഫോർവേഡിലേക്ക് നടക്കാൻ ഒരു റേറ്റ് ഉണ്ടാവും, ബാക്ക്വേർഡ് നടക്കാൻ വേറൊരു റേറ്റ് ഉണ്ടാവും അല്ലേ, റേറ്റ് ഉണ്ടാവും. അപ്പം ഈ റേറ്റ്, അതായത് ഫസ്റ്റ് ഇതാണ് സ്പീഡിൽ നടക്കുന്നത് വെച്ചാൽ ഇത് സ്പീഡിൽ നടക്കുന്നു, പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു, പ്രൊഡക്റ്റ് തിരിച്ചു റിയാക്ട് ഉണ്ടാവുന്നു. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്ന് എറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ് the rate of forward reaction will be equal to rate of backward reaction. That is, the rate of forward reaction will be equal to the rate of backward reaction. That state is known as the equilibrium state. Clear ആവുന്നുണ്ടോ? ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്. നമ്മളൊരു ടേബിൾ വെച്ചു, നിങ്ങളും നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഹൂവർ ഇറ്റ് മേ ബി, നിങ്ങളിങ്ങനെ ഒരാൾ തള്ളുന്നു, ഒരാൾ ടേബിൾ രണ്ട് എൻഡിൽ നിൽക്കുക, ഒരാൾ ടേബിൾ അങ്ങോട്ട് തള്ളുന്നു, അപ്പം പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഇങ്ങോട്ട് തള്ളുന്നു. തള്ളി ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ അങ്ങനെ പിടിച്ച് വെക്കും, മറ്റേ ആൾ അതങ്ങനെ പിടിച്ച് വെക്കും. പക്ഷെ തള്ളുന്നുണ്ടോ? നിങ്ങൾ തള്ളുന്നുണ്ട്, അവിടുന്ന് തള്ളുന്നുണ്ട്. പക്ഷെ എന്താണ്, രണ്ടാളുടെ തള്ളണ ഫോഴ്സും, അതായത് നമ്മൾ പുഷ് ചെയ്യണ ഫോഴ്സ് ഇറ്റ് വിൽ ബി ഈക്വൽ. മനസ്സിലായി? അതായത് ഞാനും ഇതേപോലെ തള്ളുന്നുണ്ട്, എൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ബ്രദറും നന്നായി തള്ളുന്നുണ്ട്. ഞാൻ തള്ളുന്നുണ്ടോ? ഐ എം ജസ്റ്റ് മൂവിങ്. ബട്ട് അത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ബിക്കോസ് രണ്ടാളുടെ റേറ്റും എന്താണ്, ഞങ്ങളുടെ രണ്ടാളെയും പവറിന് ഞങ്ങൾ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. ഇതേപോലെ തന്നെയാണ് ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തുക എന്ന് പറയുന്നത്. ഡസ് നോട്ട് മീൻസ് ദാറ്റ് ദ റിയാക്ഷൻ ഹാസ് സ്റ്റോപ്ഡ്. ഒരിക്കലും വിചാരിക്കരുത് ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആയിട്ടില്ല. അവിടെ നടക്കുന്ന, ഇപ്പം ഞാൻ പറഞ്ഞ ടേബിൾ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടേബിൾ മൂവ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദ റേറ്റ് ഓഫ്, ഇവിടെ A+B ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ C+D ഉണ്ടാവും, A+D ഉണ്ടാവും അപ്പോൾ തന്നെ C+D ഉണ്ടാവും, C+D തിരിച്ച് കമ്പൈൻ ചെയ്തിട്ട് A+B ആവും. ആ സ്പീഡ് ഒരുപോലെയോ. അപ്പോൾ റിയാക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യോ? ഇല്ല. റിയാക്റ്റൻ്റ് കുറയത്തുമില്ല, പ്രൊഡക്റ്റ് കൂടത്തുമില്ല. അതെന്തായിരിക്കും? ബിക്കോസ് ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ആൻഡ് ദാറ്റ് ഇക്വിലിബ്രിയം വി വിൽ കോൾ ഇറ്റ് ആസ് ഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താ നമ്മൾ പറയുക? ഡൈനാമിക് ഇക്വിലിബ്രിയം. വൈ വി കോൾ ഇറ്റ് എസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം? ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ആണ്, അത് സ്റ്റാറ്റിക് അല്ല. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, ഇത് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക്. എന്തുകൊണ്ടാണ്? അവിടെ നടക്കുന്നുണ്ട് റിയാക്ഷൻ. അതായത് എയും ബിയും കമ്പൈൻ ചെയ്ത് C+D ഉണ്ടാകുന്നുണ്ട്, സിയും ഡിയും അപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെ റേറ്റ് അല്ലെങ്കിൽ ആ സ്പീഡ് ഉണ്ടല്ലോ ഒരേപോലെ തന്നെയാണ്. So the rate of forward will be rate of backward. So the equilibrium is called as dynamic because both the forward and backward reaction take place. What is meant by an equilibrium? An equilibrium is defined as the state. ഒരു സ്റ്റേറ്റ് ആണല്ലേ, ഒരു സ്റ്റേറ്റ് at which the rate of the forward and the rate of backward reaction will be equal, and the equilibrium is said to be dynamic because both the forward and backward reactions are taking place simultaneously with the same rate. അതുകൊണ്ടാണ് അത് ഡൈനാമിക് ആണെന്ന് പറയുന്നത്. ഡൈനാമിക് തന്നെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട്, സ്റ്റാറ്റിക് അല്ല, ഇങ്ങനെ നിന്ന് പോകുന്നില്ല റിയാക്ഷൻ. ഇനി എന്താണ്? വി നോ ദാറ്റ് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ? ദ റിയാക്റ്റൻസ് കമ്പൈൻ ടു ഗീവ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ പ്രോഡക്റ്റ് സഡൻലി ഗീവ് ബാക്സ് ദി റിയാക്ടൻ. ഇതാണ് ഇക്വിലിബ്രിയത്തിൽ നടക്കുന്നത്. ഇനി ഇക്വിലിബ്രിയത്തിന് തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട് കേട്ടോ. ഫിസിക്കൽ ഇക്വിലിബ്രിയം, പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം, ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയത്തിലാണ്. വൺ ഇസ് നോൺ ആസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് chemical equilibrium. So today we are going to discuss only about this physical equilibrium. Physical equilibrium കുറിച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഭയങ്കര ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷേ കാര്യം മനസ്സിലാക്കി വെച്ചാൽ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് നമ്മളല്ലല്ലോ, അപ്പോൾ അവർക്ക് എങ്ങനെയും ചോദിക്കാമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. So what is meant by a physical equilibrium? That is, physical equilibrium is achieved in physical process. അതായത് ഫിസിക്കൽ പ്രോസസ്സിൽ അച്ചീവ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിനെ നമ്മൾ എന്ത് പറയും? ഫിസിക്കൽ ഇക്വിലിബ്രിയം ഓർ ഇക്വിലിബ്രിയം ഇൻവോൾവിങ് ഇൻ ഫിസിക്കൽ പ്രോസസ്സ്. ഫിസിക്കൽ പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയത്തെ നമ്മൾ എന്ത് പറയും? ഫിസിക്കൽ ഇക്വിലിബ്രിയം. സോ വാട്ട് ആർ ദ ഫിസിക്കൽ പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ്? നമുക്കറിയുന്ന ഫിസിക്കൽ പ്രോസസ്സ് എന്തൊക്കെയാണ്? Melting of ice, it's a physical, it's a physical process ആണ്. Freezing of water, then evaporation, that is vaporization of water, sublimation, dissolution,
ഇതൊക്കെ നമ്മൾ പരിചയമുള്ള ഫിസിക്കൽ പ്രോസസ്സാണ്. അപ്പം ഇവിടെ നടക്കുന്ന ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് മെൽറ്റിംഗ് ഓഫ് ഐസ് ഓർ ദ ഫ്രീസിംഗ് ഓഫ് വാട്ടർ. In order to understand the equilibrium which is taking place in this physical process, we are considering a thermoflask. We are considering a thermoflask. Thermoflask, what is the meaning of thermoflask? Already we have discussed in our thermodynamics what is meant by a thermoflask. A thermoflask is a completely insulated flask in which neither heat will be absorbed or heat will be given out. So inside this I am taking water and ice. Water and ice, and the temperature is maintained at a 0 degrees Celsius. Temperature is maintained at 0 degrees Celsius, and it is kept, both the water and ice is in contact, and it is kept in a isolated thermoflask. So it should be a closed system. Here what we will think that the water when put into water, we know, ice when put into the water, we know that the ice starts to melt, and thereby it will be changing it will be converting into water. But here there is neither increase in the amount of the ice nor the neither decrease in the mass of the ice nor there is an increase in the rise of water. We cannot see any change there because we are expecting that it is 0 degrees Celsius. So there is a chance that this water can be changed into ice or this ice. But here we can see the amount of the product of both the ice and water remains to be constant. Why? This is because of the state of equilibrium. That is, as how many amount of ice is getting changed into water, the same amount of water is currently or suddenly changing into ice. So there exists an equilibrium between the ice and water, and this type of equilibrium is known as the physical equilibrium. മനസ്സിലാവുന്നുണ്ട്? അതായത് നമ്മളൊരു തെർമോഫ്ലാസ്ക് എടുത്ത് വി ഹാവ് പ്ലേസ്ഡ് ഐസും വെള്ളവും വെച്ചു, 0 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല ടെമ്പറേച്ചർ. അപ്പോൾ നോക്കുമ്പോൾ ഐസിൻ്റെ മാസും കുറയുന്നില്ല, വെള്ളത്തിൻ്റെ മാസും കൂടുന്നില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ഐസ് ഇസ് ചേഞ്ചിങ് ഇൻ ടു വാട്ടർ, വാട്ടർ ഇസ് ചേഞ്ചിങ് ഇൻ ടു ഐസ്. ബട്ട് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെ എന്താണ്? ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി ഐസ് ആൻഡ് ബിക്കോസ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. വി നോ ദാറ്റ് ദ 0 ഡിഗ്രി സെൽഷ്യസ് ഇസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ice melt and freezing point ഉം melting point ഉം അല്ലേ? നമുക്കറിയാം freezing point ഉം melting point of water എന്താണ്? 0 degree Celsius ആണ്. അപ്പം ഇതിന് മെൽറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി ഐസ് ആൻഡ് വാട്ടർ. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് ഫിസിക്കൽ പ്രോസസ്സിലെ ഫസ്റ്റ് കേസിൽ പറയുന്നത്. ഇനി ദ ടെമ്പറേച്ചർ. ഇനി നമുക്കൊരു പോയിന്റ് പറയുന്നത് വാട്ട് ഇസ് മെൻ ബൈ എ മെൽറ്റിംഗ് പോയിന്റ്, ഒരു ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the solid and the liquid of a pure substance coexist. That is the temperature at which the solid and the liquid form of the പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ല. അത് ഇതിപ്പം ഐസിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് അതൊന്നുമല്ല. the temperature at which the solid and the liquid form of that pure substance coexist, then that point is called as freezing point or the melting point of that substance. That is meant by a normal melting point or a normal freezing point of a substance is defined as the other temperature. The temperature at which the solid and the liquid form of the pure substance exist in equilibrium at atmospheric pressure, then that point or that temperature is known as the normal boiling point or the normal normal freezing point or the normal melting point. ക്ലിയർ ആണല്ലോ? ഇതേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്തെങ്കിലുമൊക്കെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ദിസ് ഇസ് ദി ഇതാണ് നമ്മുടെ ഫിസിക്കൽ പ്രോസസ്സിലെ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് വേപ്പർ. അപ്പം നമുക്ക് ലിക്വിഡും വേപ്പറും തമ്മിൽ ഇക്വിലിബ്രിയം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു കുഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. So that we are considering a completely closed system with a small inlet ഉണ്ട്, through which we are keeping a manometer. ഈ മാനോമീറ്റർ എന്ന് പറഞ്ഞ സാധനം എന്താ?
ഇറ്റ്സ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദി പ്രഷർ ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. യൂഷ്വലി എനലോഗും ഉണ്ട്, ഡിജിറ്റൽ ടൈപ്പും ഉണ്ട്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ളൊരു ഒരു യു ഷേപ്ഡ്, ഇറ്റ് ക്യാൻ ബി ഒരു റബ്ബർ ട്യൂബ് ഒരു ഗ്ലാസ് ട്യൂബ്, അതിൻ്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് ഉണ്ടാവും. വി വിൽ കൺസിഡർ ഇറ്റ് എസ് എ മെർക്കുറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മെഷർ ചെയ്യുന്ന സമയത്ത് പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് മെർക്കുറീൻ്റെ ലിംപ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതും താഴേക്ക് പോകുന്നതും കാണാം. സോ വി ഹാവ് കെപ്റ്റ് ഇവാക്വേറ്റഡ് ഗ്ലാസ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതൊരു ക്ലോസ് സിസ്റ്റമാണ്. അതിലൊരു സ്മോൾ ഇൻലെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നമുക്ക് ഒരു മാനോമീറ്റർ ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്താ അവിടെ ചെയ്യാൻ പോകുന്നത്? വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ദി വെദർ ദർ ഇസ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ വാട്ടർ ആൻഡ് വേപ്പറും വാട്ടറും തമ്മിൽ എന്തെങ്കിലും ഇക്വിലിബ്രിയം ഉണ്ടോ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ജസ്റ്റ് പ്ലേസിങ് ലിറ്റിൽ കാൽഷ്യം ക്ലോറൈഡ് ഇൻ ദിസ്. ഈ കാൽഷ്യം ക്ലോറൈഡിൻ്റെ പ്രത്യേകത എന്തിനാ? കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എബ്സോർബ് ദി, അതായത് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. അപ്പം എൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ്, അതായത് എൻഹൈഡ്രസ് തന്നെ വെള്ളമൊന്നുമില്ലാത്ത കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ പ്ലേസ് ചെയ്യുക. എന്തിനാ വെച്ചാൽ ഇറ്റ് വിൽ എബ്സോർബ് ദി എന്തെങ്കിലും ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റോ ഇതൊക്കെ ഉണ്ടെങ്കിൽ, മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് എബ്സോർബ് ചെയ്ത് കളയും. എന്നിട്ട് ഇതിനങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെള്ളം വെക്കും. വി വിൽ കീപ്പ് ഇറ്റ് ഹിയർ വാട്ടർ ആസ് ദി ടെമ്പറേച്ചർ. അതായത് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വി ക്യാൻ സീ ദാറ്റ് ദ വാട്ടർ is changing into vapor. വാട്ടർ എന്തായിട്ട് മാറും നമുക്കറിയാം, ഇവോപ്പറേഷൻ നടക്കും. സോ വേപ്പേഴ്സ് ആർ പ്രൊഡ്യൂസ്. വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുമ്പം എന്ത് പറ്റും? പ്രഷർ ഇൻക്രീസ് ചെയ്യും അല്ലേ? സോ വി നോ ദാറ്റ് ദ മോളിക്യൂൾസ് വേപ്പേഴ്സ് എന്ന് പറയുമ്പം ഓരോ പോയിന്റും നമ്മൾ പഠിച്ചത് ഇങ്ങനെ ഇവിടെ ക്യാപിറ്റലാണ്. ദ വേപ്പേഴ്സ് മീൻസ് ദ മോളിക്യൂൾസ് ആർ ഇൻ എ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഡ്യൂറിംഗ് ദ മോഷൻ ദേ കൊളൈഡ് വിത്ത് വൺ another and with the walls of the container and they produce the pressure. അപ്പോൾ ഇവിടെ പ്രഷർ വരുമ്പോൾ എന്താവും? ആദ്യം ഈ മെർക്കുറിൻ്റെ രണ്ടാളുടെയും ലെവൽ ഈക്വൽ ആണെങ്കിൽ ഇപ്പം ഇവിടെ പ്രഷർ വരുമ്പോൾ എന്ത് പറ്റും? ഈ സൈഡിൽ കൂടും അല്ലേ? ആ ഒരു പ്രഷറിൻ്റെ വേരിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മെർക്കുറി ലെവലിൻ്റെ അപ്പവും ഇത് ഡൗൺ ആവും, കാരണം ഇത് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പം വി ക്യാൻ സീ ദാറ്റ് ദ ലെവൽ ഓഫ് ദ മെർക്കുറി വാസ് നോട്ട് ചേഞ്ചിങ്. അതായത് പ്രഷർ നോർമലായി നിൽക്കുക, അതായത് അവിടെ ഒരു പ്രഷറും അപ്ലൈ ചെയ്യുന്നില്ല ഗ്യാസ്. നമ്മൾ നോക്കുക, വാട്ടർ ഇസ് സ്റ്റിൽ ദെയർ ഇൻ ദ ബീക്കറിൽ വെള്ളം തീർന്നു പോയിട്ടൊന്നുമില്ല, വെള്ളമുണ്ട്. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? ദിസ് ഇസ് ബിക്കോസ് ഓഫ് എന്തുകൊണ്ടാ? ദിസ് ബിക്കോസ് ഓഫ് ദി ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം? ദാറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ്. നമുക്കറിയാം വേപ്പേഴ്സ്, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വേപ്പർ പ്രഷർ എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വാട്ടർ ഇങ്ങനെ പോവുക, വേപ്പേഴ്സ് പോവാണ്, വേപ്പേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സഡൻലി എന്ത് ചെയ്യും? ഈ സർഫേസിലുള്ള മോളിക്യൂൾസ് വേപ്പറിനെ ട്രാപ്പ് ചെയ്യും. അപ്പോൾ ഈ വേപ്പർ ഇങ്ങോട്ട് വരും, വീണ്ടും വാട്ടർ ഇങ്ങനെ പോകും. ദിസ് പ്രോസസ് വാസ് കണ്ടിന്യൂസ്ലി ടേക്കിംഗ് പ്ലേസ് ആൻഡ് ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പേഴ്സ് in equilibrium with the liquid is known as vapor pressure. നമ്മൾ പഠിച്ചതാട്ടോ ഇത്. Vapor pressure, the pressure exerted by the vapors above the liquid in which it is in equilibrium is called as the vapor pressure. അപ്പോൾ എന്ത് പറ്റി? ഇവിടെ ഇക്വിലിബ്രിയത്തിലാവുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് നടക്കില്ല? പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഇവോപ്പറേഷൻ നടക്കുന്നുണ്ട്, തിരിച്ച് അതേപടി മോളിക്യൂൾസിൻ്റെയും വേപ്പർ തിരിച്ചിട്ട് കണ്ടൻസ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി വേപ്പേഴ്സ് ആൻഡ് ദി വാട്ടർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നിട്ട് നമ്മുടെ ചുറ്റുപാടുള്ളതൊന്നും ഇങ്ങനെ ചുറ്റുപാടുള്ളത് ഇറ്റ്സ് എൻ ഓപ്പൺ സിസ്റ്റം അല്ലേ? പോണത് തിരിച്ച് വരാം, എങ്ങടെ പോയി. ദിസ് ഇസ് വി ആർ കൺസിഡറിങ് ഓൾ ദിസ് പ്രോസസ് ഇൻസൈഡ് എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ഒരിക്കലും അതെന്താ മുറ്റത്ത് വെള്ളം വെച്ചാൽ ഫുള്ളായിട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ടില്ല, എന്നിട്ട് മാം പറഞ്ഞു ഇക്വിലിബ്രിയത്തിലുണ്ടാവും. ഇല്ല, അതെന്താ വെച്ചാൽ ഇറ്റ്സ് എൻ ഓപ്പൺ സിസ്റ്റം. ഹിയർ വി ആർ കൺസിഡറിങ് ഓൾ ദ റിയാക്ഷൻസ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി ഇവോപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ. ഇനി നമുക്കറിയാം എന്തായിരുന്നു ബോയിലിംഗ് പോയിന്റ്. ജസ്റ്റ് ഇതിലൊക്കെ എല്ലാത്തിലും പറയുമ്പോൾ ഓരോ പോയിന്റിനെ കുറിച്ച്. ബോയിലിംഗ് പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ദി ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഒരു പ്രോസസ്സും കൂടെ നമ്മൾ പഠിച്ചു, ലിക്വിഡ് വേപ്പറിൻ്റെത്. ഇനി ഇങ്ങനെയും ചോദിക്കുക, ക്യാൻ യു എക്സ്പ്ലെയിൻ ദർ ഇസ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഓർ വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ ബൈ ഗിവിങ് എൻ എക്സാമ്പിൾ. തന്നെ സിമ്പിൾ അല്ലേ? കൺസിഡർ ക്ലോസ്ഡ് കണ്ടെയ്നർ, പ്രൂവ് ദാറ്റ് വി ഹാവ് ഗിവൺ എ സ്മോൾ മാനോമീറ്റർ ഇസ് ഗിവൺ ടു ഇറ്റ്. ദ കണ്ടെയ്നർ ഇസ് കംപ്ലീറ്റ്ലി evacuated or a beaker containing anhydrous calcium chloride is placed first in order to remove the moisture content inside the closed container. Then we place water inside to that. We can see that at the beginning the water starts to evaporate and thereby there was a change in the
manometer or the pressure increases, pressure increasing vapor കൂടുമ്പോൾ. But as the process is carried out, we can see that there was no change in the manometer reading. This is because there exists an equilibrium between the vapor and the liquid, and this stage is known as the state of equilibrium. അവിടെയും ചോദിക്കുക എക്സ്പ്ലെയിൻ വേപ്പർ പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ ആണല്ലോ. ഇനി അടുത്തത് സോളിഡ് ടു ഗ്യാസ്. ഇതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. സോളിഡ് ടു ഗ്യാസ്, വി ആർ കൺസിഡറിങ് ദി സോളിഡ് ടു ഗ്യാസ് ആവുന്ന പ്രോസസ്സിൻ്റെ പേരെന്താണ്? സബ്ലിമേഷൻ. ഹിയർ ഓൾസോ ദി റേറ്റ് ഓഫ് ഫോർവേഡ്, അതായത് നമ്മളിപ്പോൾ ഒരു ക്യാംഫറോ അല്ലെങ്കിൽ നമ്മുടെ നാഫ്തലിൻ ബോൾസൊക്കെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് സബ്ലിമേഷൻ നടക്കുമ്പം നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഇഫ് യു ആർ കൺസിഡറിങ് ഇൻ എ ക്ലോസ് സിസ്റ്റം, വി ക്യാൻ സേ ദാറ്റ് ദ റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഗെറ്റ് കൺവേർട്ടഡ് into gaseous state and which comes back to the normal solid state will be equal. Then that process is we can say that it have reached in equilibrium. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇക്വിലിബ്രിയം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഡിസൊല്യൂഷൻ ഓഫ്, ഇനി അടുത്ത ഇതിൽ തന്നെ ഇക്വിലിബ്രിയത്തിൽ തന്നെ പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ കുഞ്ഞ് ക്ലാസ് പഠിക്കുന്ന ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ് ഓർ ഗ്യാസസ് ഇൻ ലിക്വിഡ്. അതായത് സോളിഡും ഗ്യാസും ഡിസൊല്യൂട്ട് ചെയ്യുക, നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമല്ലോ ഇൻ ലിക്വിഡ്സിലുണ്ടാകുമ്പോൾ അവിടെയും ഇക്വിലിബ്രിയം നടക്കും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദർ ഓൾസോ എക്സിസ്റ്റ് ആൻഡ് ഇക്വിലിബ്രിയം. അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ പോയി ചെയ്ത് നോക്കൂ കേട്ടോ. അതായത് ഒരു ബീക്കർ എടുക്കുക, അതിലേക്ക് ടെമ്പറേച്ചർ ഒന്നും ചേഞ്ച് ചെയ്യരുത്, ഇങ്ങനെ നിൽക്കുന്നൊരു സാധാ നോർമൽ ബോയിലിംഗ് പോയിന്റ്, നോർമൽ വാട്ടറിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക, വെള്ളമുണ്ട്, വീണ്ടും ഷുഗർ ആഡ് ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പം യു ക്യാൻ സീ ദാറ്റ് യു കാണ്ട് ആഡ് എനി മോർ ഷുഗർ ഇൻ ടു ദ വാട്ടർ. യു ക്യാൻ സീ ദാറ്റ് എ സ്റ്റേജ് ഇസ് റിച്ച്. സ്റ്റിർ ചെയ്തോളൂ കേട്ടോ, ഇളക്കുക ഇടുക. വീട്ടിൽ പഞ്ചസാര തീർന്ന് എന്നെ വന്ന് പറയരുത്, കുറച്ച് വെള്ളം എടുത്തിട്ട് ചെയ്ത് നോക്കുക. So you can see that at a particular stage the sugar will be there in that liquid. അപ്പോൾ അവിടെ എന്താ സൊല്യൂഷൻ നമ്മൾ പറയും സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താ പറയുക? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ഇടുമ്പം ഇത് മിക്സ് ആവുന്നു, വെള്ളത്തിൽ അലിയുന്നു, വീണ്ടും ഇടുന്നു, വെള്ളത്തിൽ അലിയുന്നു, മിക്സ് ആവുന്നു. അപ്പോൾ ഇവിടെ എന്തെത്താണ്? ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുക. ഡസ് നോട്ട് മീൻ ദാറ്റ് ഷുഗറിനെ ഡിസോൾവ് ചെയ്യുന്നില്ല എന്നല്ല. whatever we are adding, the sugar will be dissolving into the water and suddenly the sugar present in the water crystallizes or it will, അത് തിരിച്ച് ഈ ലിക്വിഡിൽ നിന്ന് വരും. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇതൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല. സോ ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി സോളിഡ് ആൻഡ് ലിക്വിഡ്. ഇക്വിലിബ്രിയത്തിൽ എന്താ നടക്കുന്നത്? ദാറ്റ് ഈസ് വാട്ട് എവർ ദ ഷുഗർ വി ആഡ് സാച്ചുറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. സഡൻലി എന്ത് പറ്റും? ദിസ് ഷുഗർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിക്വിഡ് വിൽ കം crystallizes to give back the sugar. So there exists an equilibrium between the എന്താണ് സോളിഡ് ആൻഡ് ലിക്വിഡ്. ഇനി എല്ലാ സൊല്യൂഷനും ഒരേ സോളിബിലിറ്റി ആണോ? മീൻ എല്ലാ സൊല്യൂഷനിലും എല്ലാ സോളിഡ്സിനും ഒരേ സോളിബിലിറ്റി ആണോ? അല്ല. എല്ലാ സോളിഡ്സിൻ്റെയും സോളിബിലിറ്റി ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് സോളിഡ്സ് ആർ ഹാവിങ് ഡിഫറെൻറ്റ് സോളിബിലിറ്റി. അപ്പോൾ എന്താണ് സോളിബിലിറ്റി? സോളിബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു, പല സബ്സ്റ്റൻസിന് പല സോളിബിലിറ്റിയാണ്. സോ ദ മാക്സിമം മാസ് of solute which can be dissolved in 100 gram of a solvent at any temperature and pressure is called as the solubility of that substance. ആ സബ്സ്റ്റൻസിൻ്റെ solubility എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എത്ര മാക്സിമം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ് ഇൻ 100 gram ഓഫ് ഡിസോൾവ് ആവണം കേട്ടോ. 100 gram ഓഫ് സോൾവെന്റ് ഇറ്റ്സ് കോൾഡ് ആസ് ദി solubility of that substance. ഇനി ഇക്വിലിബ്രിയം ഇൻവോൾവിങ് ദ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. ഇതൊക്കെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ അറിയേണ്ട കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചേക്കാം, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളിങ്ങനെ വിശദമായിട്ട് അറിയേണ്ട കാര്യങ്ങളില്ല. വിശദമായി അറിയേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലേ, നമ്മളൊക്കെ കാണുന്ന കൊക്കോകോള, പെപ്സി, ഇതൊക്കെ എന്താണ്? കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് അല്ലേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് അത് ഉണ്ടാക്കുന്നതല്ല, അതിലെങ്ങനെ ഗ്യാസ് നടക്കുന്നത്? വെൻ ഗ്യാസസ് അറ്റ് high pressure is given to a bottle containing, ആ ലിക്വിഡ് കണ്ടെയ്യുന്ന ബോട്ടിലേക്ക് ഗ്യാസ് ഹൈ പ്രഷറിൽ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിക്സിങ്. ദ ഗ്യാസസ് ഗെറ്റ് മിക്സ്ഡ് വിത്ത് ദ ലിക്വിഡ് ആൻഡ് ദെർബൈ വി ആർ ഗെറ്റിംഗ് എന്താ കിട്ടുന്നത്?
കാർബണേറ്റഡ് അല്ലെങ്കിൽ എയറേറ്റഡ് വാട്ടർ കിട്ടുന്നത്. അപ്പം ഇവിടെയും എന്താ നടക്കുന്നത്, ഇവിടെയും നമ്മൾ ഹൈ പ്രഷർ കൊടുക്കുമ്പം അവർ ഡിസൊല്യൂട്ട് ചെയ്യുകയാണ്. ഈ ഒരു പ്രോസസ്സിന് എന്താണ്, ഇതും എന്തെത്തും, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തും. ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ ബോത്ത്, രണ്ട് പേരും എന്താ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തുമ്പോഴാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഗെറ്റ് ഡിസോൾവ്ഡും, അതായത് ഇവിടെ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നതും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതും ഒരൊറ്റ സ്റ്റേജിൽ എത്തണ സമയത്താണ് അവിടെയും ഇക്വിലിബ്രിയം എത്തുന്നത് എന്നുള്ളത് തന്നെ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും അവിടെ പറയാനില്ല. അപ്പോൾ അത്രയാണ് അവിടെ പറയാനുണ്ട്. മെയിനായിട്ടൊരു കാര്യം പറയേണ്ടത്, so the solubility of gases in solution, the solubility of the gases in solution depends upon mainly on 3 substances. 3 എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദി ലിക്വിഡിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്, അതായത് ഗ്യാസ് ഇതിൽ മിക്സ് ആവണോ മിക്സ് ആവണ്ടേ എന്നുള്ളത് ലിക്വിഡിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്. ദി ടെമ്പറേച്ചർ ഓഫ് ദി ലിക്വിഡ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദി ഗ്യാസ് ഓവർ ദ ലിക്വിഡ്. അപ്പോൾ പ്രഷറിനെ ബേസ് ചെയ്ത് ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ദ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ് ചെയ്തത്. ദാറ്റ് ഇസ് ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ലിക്വിഡ്, temperature of the liquid and the pressure exerted by the gas over the liquid. ഈ 3 ഫാക്ടറിനെയുമാണ് ഒരു ഗ്യാസിന് നമ്മൾ ലിക്വിഡിൽ ഡിസൊല്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഹെൻറീസ് ലോ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൻറി പറയാണ്, ദി എമൗണ്ട് ഓഫ് ഗ്യാസ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദാറ്റ് ഗ്യാസ്. അതായത് എത്ര എമൗണ്ട് ഓഫ് ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എന്നത് ആർക്ക് പ്രപ്പോർഷണലാണ്, ദി പ്രഷർ എക്സേർട്ടഡ് ഓൺ ദാറ്റ് ഗ്യാസ്. അതായത് എത്ര പ്രഷറാണോ നമ്മൾ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എത്ര എമൗണ്ട് ഓഫ് ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തന്ന ഒരാളാണ് ഹെൻറി. ആൻഡ് ദിസ് ലോ ഇസ് നോൺ ആസ് ഹെൻറീസ് ലോ. ഹെൻറീൻ്റെ ലോ എന്താണ് പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ചോളൂ. അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ, അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ, ഞാൻ നോട്ട് നോക്കി കൃത്യമായിട്ട് പറയണം, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇതിലൊരു പോയിന്റ് പോലും മിസ്സാക്കേണ്ട വെച്ചിട്ടാണ്. അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ ദ മാസ് ഓഫ് എ ഗ്യാസ് which dissolved in a definite volume of a liquid is directly proportional to the pressure of the gas over the solution. ഇതാണ് പറയുന്നത് that the mass of the ഫസ്റ്റ് പറയണം at a certain temperature the mass of a gas which is dissolved in a given volume of a liquid is directly proportional to the pressure of the gas over that solution. That is, M is directly proportional to P, or M is equal to K into P, and this equation is known as Henry's law, and the constant is known as Henry's constant. ഹെൻറീസ് ലോ എന്താ, ഹെൻറീസ് കോൺസ്റ്റൻ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വല്ലപ്പോഴും ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്, കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ ബോട്ടിൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പെട്ടെന്നൊരു ശബ്ദത്തോട് കൂടിയിട്ട് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അല്ലേ, അത് അങ്ങനെ തന്നെ നിൽക്കും. അതെന്തുകൊണ്ടാണ് സഡൻലി നിങ്ങളത് തുറക്കും പെട്ടെന്ന് തന്നെ ഗ്യാസ് പോകുന്നത് എന്താ വെച്ചാൽ, ബിക്കോസ് വി ഹാവ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, ദാറ്റ് ഈസ് ദ ഗ്യാസ് ഇസ് ഗിവൺ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ വാട്ടർ. ദ ഗ്യാസ് ഇസ് ഡിസൊല്യൂട്ടഡ് ബൈ ഗിവിങ് ഹൈ പ്രഷർ. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് തുറക്കണ സമയത്ത് ആ ഗ്യാസ് അങ്ങ് പുറത്തേക്ക് വരും. പിന്നെ അതെന്തായി, ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലെത്തി. അതായത് ഇനി അതിന് പുറത്തേക്ക് പോകണമെന്നില്ല, അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ എന്ത് പറ്റാത്തത്, അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ തുറന്നു കഴിഞ്ഞപ്പം ആ ഒരു സമയത്തേ ഉണ്ടാവുള്ളൂ, പിന്നെ അതെന്താ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. പിന്നെ കുറേ കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗ്യാസ് കംപ്ലീറ്റ്ലി പുറത്തേക്ക് ലിബറേറ്റ്, ടെമ്പറേച്ചർ മാറില്ല, ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ബി അത് ഒന്നുമില്ലാതെ ഗ്യാസ് ഒന്നും ഇല്ലാത്തൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡായിട്ട് കാണുന്നത്. അപ്പം ഇതൊക്കെ എന്തിൻ്റെ റീസൺ ആണ്? ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കാണുന്ന ഓരോ പ്രോസസ്സിലും അവിടെ പല നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും കാണുന്നുണ്ട്. ഇക്വിലിബ്രിയം ഇത്രയാണ് നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പോയിന്റ് ആക്കി പറയണം. എന്താണ് ഈ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയത്തിൻ്റെ ഫിസിക്കൽ ഇക്വിലിബ്രിയം നടക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ഞാൻ പോയിന്റ് എഴുതി തരാം കേട്ടോ. ശ്രദ്ധിച്ചോളൂ എന്തൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ ഇക്വിലിബ്രിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും കൂടെ ഒരു മിക്സപ്പാണ് കേട്ടോ. അത്
That is, it is possible only in a closed system. Very important. Closed system അല്ലെങ്കിൽ ഈ ഒരൊറ്റ പ്രോസസ്സും ഇക്വിലിബ്രിയത്തിൽ എത്തൂല. So it should be carried out in a closed system. Then it is dynamic in nature. Dynamic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the rate of both forward and backward reactions are equal. So it is dynamic in nature. അത് നല്ലോണം അറിഞ്ഞിരിക്കണേ. പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇക്വിലിബ്രിയം ഇസ് ഡൈനാമിക് ഇൻ നേച്ചർ, ക്യാൻ യു എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഈക്വൽ. ദാറ്റ്സ് വൈ വി എസ് എൽ ദാറ്റ് ഇക്വിലിബ്രിയം ഇസ് ഇൻ ഡൈനാമിക് ഇൻ നേച്ചർ. Then all measurable properties of the system remains constant. അതായത് ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണല്ലോ അപ്പം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ നമുക്കറിയാം മെഷറബിൾ പ്രോപ്പർട്ടി, ആ സിസ്റ്റത്തിൻ്റെ എല്ലാ മെഷറബിൾ പ്രോപ്പർട്ടിയും ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ ഐസ് ടു വാട്ടർ ടു ഐസിൽ എന്തൊക്കെ പറഞ്ഞു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ടെമ്പറേച്ചർ അല്ലേ, അതൊക്കെ എന്താണ്? ദ കോൺസ്റ്റൻ്റ് ആണ്. സോ ഓൾ മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കും? റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അല്ലാതെ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇക്വിലിബ്രിയം ഇല്ല. ടെമ്പറേച്ചർ മാറിയാൽ വെള്ളം ഐസാവും, ഐസ് വെള്ളം എന്തും ആവും. അപ്പം ഓൾ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. When equilibrium is attained, it is characterized by the constant value of one of its parameter at a given temperature. അതായത് when equilibrium is attained, നമുക്കതെങ്ങനെ മനസ്സിലാക്കാം? അതായത് ഇക്വിലിബ്രിയം എത്തി എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂ, അതിൻ്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ, അതായത് ഒന്നുകിൽ പ്രഷർ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആവാം, വോളിയം ആവാം, അത് നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? അത് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളം വാട്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോൾ വാട്ടറിൻ്റെ ഇവാപ്പറേഷൻ നടക്കണില്ല. സോ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ പ്രഷർ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് റിമെയിൻസ് ടു ബി കോൺസ്റ്റൻറ്റ് അല്ലേ, ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. സോ വെൻ ഇക്വിലിബ്രിയം ഇസ് അറ്റൈൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് എനി ഓഫ് ഇറ്റ്സ് പാരാമീറ്റർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അപ്പം ഞാൻ പറഞ്ഞു മാനോമീറ്ററിൽ നമുക്ക് മനസ്സിലായി ഇത് ഇക്വിലിബ്രിയത്തിലെത്തി. എന്തുകൊണ്ട്? പ്രഷറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയി. ഇപ്പം 10 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിൽ അത് 10 നിൽക്കുകയാണ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇനി the magnitude of such quantities at any stage indicates the extent to which physical process has proceeded before reaching the equilibrium. അപ്പം നമുക്കിപ്പോൾ ആ ഒരു വാല്യൂ, ഇപ്പം ഞാൻ ഒരു 10 atm അറ്റ്മോസ്ഫിയർ എത്തിയപ്പോഴാണ് വാട്ടർ ടു വേപ്പറിൻ്റെ ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഈ 10 അറ്റ്മോസ്ഫിയർ വരെയാണ്, അതായത് ഇക്വിലിബ്രിയം എത്തുന്ന ഇത്ര വരെയാണ് അതിൻ്റെ റിയാക്ഷൻ പ്രൊസീഡ്, എത്ര എക്സ്റ്റെൻഡ് വരെ അത് പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്നാൽ അതിൻ്റെ വാല്യൂ ഓഫ് സച്ച് ക്വാണ്ടിറ്റീസ് പറഞ്ഞാൽ ഇപ്പോൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, such quantities at any stage indicate the extent to which നമുക്ക് മനസ്സിലാവും ഏത് എക്സ്റ്റെൻറ്റ് വരെയാണ് ദ ഫിസിക്കൽ പ്രോസസ് ഹാസ് പ്രൊസീഡഡ് ബിഫോർ റീച്ചിങ് ദ ഇക്വിലിബ്രിയം എത്തുന്നതിൻ്റെ മുന്നേ അത് എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇത്രയുമാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഇന്ന് നമ്മൾ ആകെ എടുത്തത് എന്താണ് ഇക്വിലിബ്രിയം, എന്താണ് റിവേഴ്സിബിൾ, എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും, പിന്നെ ഫിസിക്കൽ ഇക്വിലിബ്രിയം തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുണ്ട്. സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ് ആൻഡ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ അഡിഷൻ ദ മിക്സിങ് ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ഓർ ഗ്യാസ് ഇൻ ലിക്വിഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ അതിൽ ഹെൻറീസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ വാട്ട് ഈസ് മീൻ ബൈ സോളിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ഇതാ നമുക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയറായിട്ട് ഒന്ന് ക്ലാസ് കേട്ടിട്ട് ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോട്ടൊന്ന് എഴുതി പഠിക്കാൻ നിൽക്കണ്ട. ടെക്സ്റ്റ് ഒന്ന് നോക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കെമിക്കൽ ഇക്വിലിബ്രിയം എടുക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ റിവിഷന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ റിവിഷനും കൂടെയാണ്. കാരണം എല്ലാം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ റിവിഷൻ നടക്കത്തുണ്ടാവില്ല. അപ്പം നന്നായി പഠിക്കുക. മനസ്സിലാത്തവരെ കമൻസിൽ ഇട്ടോളൂ. താങ്ക് യു.